നമസ്കാരം. ഒരു ചെറിയ വീഡിയോയിൽ വന്നത് ഈ കാണുന്നത് മണ്ണൂലിപ്പാമ്പ്, കോമൺ സാൻബോ എന്നൊക്കെ പറയും. വിഷമൊന്നുമില്ല, പാവത്താനാണ്. ഇപ്പം മഴ പെയ്തു, വേനൽ മഴ പെയ്തു. ഈ വേനൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ നന്നായി ചൂട് കൂടും, അവിടെയുള്ള പൊത്തുകളിലൊക്കെ ഉഷ്ണം കൂടും. നന്നായി പാമ്പുകൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങി ചക്രശ്വാസം എടുത്ത് നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ എല്ലാവരും വീടിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീടുകളുടെ പരിസരത്തോ തറകളിലൊക്കെയുള്ള പൊത്തുകളുണ്ടെങ്കിൽ സിമെൻറ്റ് വെച്ച് അടയ്ക്കുക. ഈ പറമ്പുകളിലും അവിടെ തിരുമണ കല്ല് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പൊത്തുകളൊക്കെ ഉണ്ടാവും, ഈ എലിയും തുരപ്പനൊക്കെ തുളച്ചത്. അപ്പോൾ അതൊക്കെ ഒരു കല്ല് വെച്ചോ വല്ല മുള്ളൊക്കെ ഇട്ട് വെച്ചിട്ടൊക്കെ മണ്ണൊക്കെ ഇട്ട് അടയ്ക്കുക. പിന്നെ ഈ വാഴയുടെ കടകളുണ്ടാവും, ഈ വാഴ വെട്ടിയിട്ട് അതൊരു കുഴിയൊക്കെ ആയിട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടയ്ക്കുക. ചമ്മലുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടിച്ച് വാരി കത്തിച്ച് കളയുക. ഈ വക കാര്യങ്ങൾ ചെയ്യുക. ഈ കാണുന്നത് സാൻബോ മണ്ണൂലി എന്ന് പറയുന്നത് വിഷമില്ലെങ്കിലും ഇത് കടിച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചിലവർക്ക് ചെറിയ ചെറിയ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം, പനി വരാം, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിഷമുള്ളത് കടിച്ചാൽ ഈ പറയണ രസമൊന്നും ആവില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി ആൻറ്റിബയോട്ടിക് എടുത്ത് കിടക്കേണ്ടി വരും. ഈ സമയങ്ങളിലാണെങ്കിൽ അണലി പ്രസവിക്കുന്നതും മൂർഖൻ്റെ മുട്ട വിരിയുന്നതൊക്കെ ആയിട്ടുള്ള സമയങ്ങളാണ്. ഈ വെള്ളിക്കട്ടൻ ഇങ്ങനെയുള്ള വിഷമുള്ള പാമ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. എല്ലാവർക്കും മൊബൈലുണ്ടാവും. മൊബൈലിൽ സർപ്പ എന്നടിക്കുക. നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സർപ്പ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നിയറസ്റ്റ് പ്ലേസിൽ ആരാണോ റെസ്ക്യൂവർ അവർക്ക് നിങ്ങൾക്ക് കണക്റ്റായി കിട്ടാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആ റെസ്ക്യൂവറിനെ വിളിച്ച് ആ പാമ്പിനെ നിങ്ങളുടെ വീട്ടിൽ നിന്നും മാറ്റാൻ സാധിക്കും. അത് വിഷമുള്ളതോ വിഷമില്ലാത്തതോ ഏതായാലും നമ്മുടെ റെസ്ക്യൂ പിള്ളേർ വന്നിട്ട് അത് കൈകാര്യം ചെയ്ത് അവരതിനെ കൊണ്ടുപോയി സ്റ്റേഷനിൽ ഏൽപ്പിച്ച് വിട്ടോളും. അപ്പോൾ പരമാവധി വീടിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നന്നായി ശ്രദ്ധിക്കുക. കാരണം വേനൽ മഴ പെയ്താൽ പാമ്പുകൾ നന്നായി പുറത്തിറങ്ങും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക. വൈകുന്നേരങ്ങളിൽ വീടിൻ്റെ പരിസരത്തോ കാര്യങ്ങളിലൊക്കെ പാമ്പ് വരാതെ നമ്മൾ നോക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പൊത്തുകൾ കാര്യങ്ങളൊക്കെ അടയ്ക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ മറക്കാതിരിക്കുക എല്ലാവരും. സർപ്പ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ആരെങ്കിലുമൊക്കെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള റെസ്ക്യൂവറിനെ വിളിച്ച് അതിനെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ശരി.